നല്ലതായിട്ട് നമ്മൾ ഡാൻസ് ചെയ്യും. അല്ല, നിങ്ങൾ പറ ആരുടെ ഡാൻസ് ആയിരുന്നു ഇവിടെ അടിപൊളിന്ന്? അല്ല, വേറൊരു സംഭവമുണ്ട്. അല്ലെ ദേവി, വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഇവര് രണ്ടുപേരും ഈ സോഫയിൽ നിന്ന് സ്കോർ നീ അത് കേട്ടാ കേട്ടാ ഇവര് ഡാൻസ് കളിക്കാൻ വളരെ എളുപ്പമാണ്. പഠിച്ച് ഇപ്പൊ 5 മിനിറ്റ് കൊണ്ട് പഠിച്ച് കളിച്ചതാ. നിങ്ങളെ എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ കൂട്ടത്തിൽ സീനിയർ ആയപ്പോ രാജേട്ടൻ ഒന്ന് ജസ്റ്റ് അല്ല, ഞാൻ ഗസ് ചെയ്യത്തില്ല. ഇത് തന്നെ ഞാനൊന്ന് തുടരാന്നുള്ള അല്ല, ദേവി ഒന്ന് ഫ്രണ്ടിൽ നിന്നാ ഞങ്ങക്ക് ബാക്കിൽ നിന്ന് കളിക്കാം. ഞങ്ങൾക്കൊരു പ്രചോദനം തന്നാൽ മതി. പ്രതീക്ഷിക്കരുത്. നമ്മൾ നമ്മുടെ ഒരു സെക്കൻഡ്. ഈ ചിരിച്ച് തലയിറങ്ങി വീണു ഞാൻ കേട്ട് ഇവിടെ. കളിച്ച് തലയിറങ്ങി വീണ ആശുപത്രി പോണ്ട മക്കളെ. ദേവി ഒന്ന് കൈ തന്നെ. ദേവി ഒന്ന് കൈ തന്നെ. എന്തിനാന്നറിയോ? ഇവരാ കൂടെ കളിച്ചത്. കാര്യം ആലോചിക്കണം. ഈ കൈയൊക്കെ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ഒഴുകൊക്കെ മാറി. എവിടുന്ന് കാര്യം വരും? നിങ്ങൾ ആരെങ്കിലും എന്നെ നോക്കിയോ? നിന്നെ നോക്കാൻ പറ്റിയില്ല. അവളെ ശ്രദ്ധിക്കുവായിരുന്നു. ആദ്യം അങ്ങനെ കാലിന്റെ അറ്റത്ത് എന്നെ ചെറുവിരൽ ഇങ്ങോട്ട് എടുക്ക്. ഒന്നും ചെയ്യാത്തതിന്റെ ഒരു കുഞ്ഞു വിരൽ അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു. വല്ല കാര്യമുണ്ടോ? മര്യാദ അത് വന്ന് ചവിട്ടി അടിച്ചു. അതൊന്നും ഒന്നും നോക്ക്, അവിടെ ഉണ്ട്, ഉറപ്പാണ്. അല്ല, എന്റെ ഒരു കുഞ്ഞു വിരൽ അറ്റത്തുള്ളത് ഒരു സ്റ്റെപ്പിനകത്ത് വിരലിന്റെ ഇടയ്ക്ക് അവിടെ പറ്റിയിരിപ്പുണ്ടായിരുന്നു. മണ്ണോട് ചേർന്ന് രാജചേട്ടൻ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഡാൻസിന്റെ ഇടയിൽ ഞാൻ മുങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാലേ അത്രയും സ്റ്റെപ്പ് വെച്ചപ്പോ ഞാൻ പിന്നെ ചത്ത്. എന്നിട്ടും അതിനേക്കാളും എനർജിയിൽ വീണ്ടും കളിച്ചിട്ട് അല്ല, ഞാൻ ഒരു ഡാൻസ് കളിക്കുമ്പോഴേ ഈ സെറ്റിൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ സ്റ്റെപ്പും ഇട്ടതാ. ഇവിടെ ഇവരുടെ മൂന്നിന്റെ പുറകെ വന്നപ്പോ മാലിന്യം കേടെ ഇങ്ങനെ സാധനമൊക്കെ മാറി. ഞാനിവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്താ. എലീന കണ്ടില്ലേ? ഇത് നമ്മുടെ 3 കോമ്പോയുടെ ഒരു തുടക്കം ആയിക്കോട്ടെ. അതെ, നമ്മള് 3 പേരും വരും. നമ്മള് മൂന്നും കളിക്കാൻ അറിയാവുന്ന ഏറ്റവും നമ്മള് 3 പേരും നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും.
ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ അധ്വാനിക്കുന്നത്. വെറുതെ പൈസ മേടിക്കുന്നില്ല ചേച്ചി വേർക്കൂ. കുറച്ച് അപ്പുറത്ത് പൗഡർ ഒക്കെ പോയി ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ എന്തായാലും സീസൺ 2 തുടക്കം നല്ല ആവേശമായിരുന്നു. സൂപ്പർ തറ. ഇനി ഒന്നും പറയാനില്ല. പറഞ്ഞാൽ നമ്മൾ വെറുതെ പറയുന്ന പോലെ ആയി പോകും. സൗപന്യ ചേച്ചി, ദേവി ചേച്ചി, സൗമ്യ ചേച്ചി നിങ്ങൾ പൊളിച്ചു. പിന്നെ എലീന, രശ്മി, വളരെ വണ്ടർഫുൾ ആയിരുന്നു.